നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവല്ലാമല വില്ലുവാത്തിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തിലധികം രൂപ മോഷണം പോയി. ദേശീയപാത ആമ്പലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ തടി ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചു കയറി. വടക്കാഞ്ചേരി വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ചും തീപന്തം കാണിച്ചും ആനയെ തുരത്തി. വെളിയന്നൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തി പരിക്കേൽപ്പിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 3 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാവേലി സ്ഥാപിച്ചു തുടങ്ങി. വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യകൾ പതിവായതിനെ തുടർന്നാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. ട്രെയിൻ വരുന്നത് കണ്ട റെയിൽവേ ട്രാക്കിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ പരിക്കേറ്റ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആസാം സ്വദേശി 26 വയസ്സുള്ള അബ്ദുൽ കലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങളെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരവധി കേസുകളിലെ പ്രതികളായ കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി അരവീട്ടിൽ ശരത്ലാൽ, ശ്യാംലാൽ എന്നിവരെയാണ് 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന ED ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിനാണ് സ്ഥലമാറ്റം. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന P രാധാകൃഷ്ണനാണ് പകരം ചുമതല. വടക്കാഞ്ചേരി നഗരസഭ ജനറൽ കൌൺസിലിൽ ചെയർമാൻ കൌൺസിലർമാരെ അപമാനിച്ച് സംസാരിച്ചതായി ആക്ഷേപം. സഭ്യമല്ലാത്ത വാക്കുകൾ ജനറൽ കൌൺസിലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരുടെ മുന്നിൽ വെച്ച് ചെയർമാൻ സംസാരിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ കൊടുങ്ങയിൽ രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോറി വേസ്റ്റ് ഇട്ട് മൂടി. വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി സജീവ് കുമാർ പൈങ്കലിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ കുഴികൾ താൽക്കാലികമായി അടച്ചത്. മുല്ലശ്ശേരി പെരുവല്ലൂർ ക്വാറി കവിഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറിയ സംഭവത്തിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് ജലനിരപ്പ് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹായം തേടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഗ്രസ് പെരുവല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുവല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി നിറഞ്ഞു കവിഞ്ഞ വീടുകളിൽ വെള്ളം കയറിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ADGP P വിജയൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് വടക്കുമുറിയിൽ നാട്ടുകാർ നിർമ്മിച്ച ജനകീയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ KA അഭിലാഷ് നിർവഹിച്ചു. റോഡ് വികസന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ പുല്ലൂറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഗുണഭോക്തൃ ലിസ്റ്റ് ആവശ്യമായ പദ്ധതികളുടെ ഗൂഗിൾ ഫോം തയ്യാറാക്കിയതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും ഈ മാസം 31-ന് നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. കയ്പമംഗലത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലും കാക്കാത്തിരുത്തി പള്ളിവളവിലുമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിയൂർ ജയിലിൽ നിന്ന് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതി ചാടിപ്പോയി. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷൻ പെരേരയാണ് ചാടിപ്പോയത്.
പുത്തൂർ പുത്തൻകാടും ചെറുതുരുത്തിയിലും മരങ്ങൾ കടപുഴകി വീണു. മാന്നാമംഗലം പുത്തൂർ റോട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പിൽ മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. കുളമ്പിൽ പടിഞ്ഞാക്കര വീട്ടിൽ അൻസാറിന്റെ ഭാര്യ മുബിഷറയ്ക്കാണ് പരിക്കേറ്റത്. കവിയും വിവർത്തകനും അധ്യാപകനുമായിരുന്ന ആറ്റൂർ രവിവർമ്മയുടെ പേരിൽ തൃശൂരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. ആറ്റൂർ ഓർമ്മ എന്ന പേരിൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ സ്മാരക പ്രഭാഷണം വെള്ളിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കും. മാധ്യമ പ്രവർത്തകൻ തെക്കുംകര പുന്നമ്പറമ്പ് സ്വദേശി രാമൻകുട്ടി മേനോൻ മനക്കിലാത്തിന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ ഹസീന ഇബ്രാഹിമും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ PV സമീറും പുരസ്കാരങ്ങൾക്ക് അർഹരായി. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിക്കും. 38 കോടി രൂപ ചെലവിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. കർക്കിടക മാസത്തിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആനയൂട്ടിനും ഗജപൂജയ്ക്കും ഏക്കം വാങ്ങിക്കാതെ ആനകളെ വിട്ടു നൽകുമെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ തൃശൂരിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തറ അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ ബഹളം. BJP കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തൃശൂർ ചേതന ഗാനാശ്രമത്തിന്റെ നേതൃത്വത്തിൽ മസ്തിഷ്ക സംഗീത ചികിത്സയും ഭിന്നശേഷി കുട്ടികളുടെ സൌഖ്യവും എന്ന വിഷയത്തിൽ ശനിയാഴ്ച സെമിനാർ സംഘടിപ്പിക്കും. മൈലിപ്പാടത്തെ ചേതന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യവും ശാസ്ത്ര അന്വേഷണ കൌതുകവും പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള സംഘടിപ്പിച്ചു. ഫാദർ സേവി പുത്തരി മേള ഉദ്ഘാടനം ചെയ്തു. ഉമ്മടെ തൃശൂർ UAE കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മയിൽ അംഗമായ ഷാജി N പുഷ്പാങ്കദൻ തിരക്കഥയും സംവിധാനം ചെയ്ത 2 ഹ്രസ്വ ചിത്രങ്ങളുടെ പ്രദർശനവും കുട്ടികൾക്കായി അന്താരാഷ്ട്ര പെയിന്റിംഗ് എക്സിബിഷനും നടത്തി. ഉമ്മടെ തൃശൂർ കൂട്ടായ്മയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശശീന്ദ്രൻ, നിസാം അബ്ദു, രാഹുൽ മുരളി, അനിൽ അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം 26 നടക്കും. ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ അതിജീവനവും പരിസ്ഥിതി മലിനീകരണത്തിനെതിരായ പോരാട്ടവും ഇതിവൃത്തമാക്കി തൃശൂർ കേന്ദ്രീകരിച്ച് ചിത്രീകരണം പൂർത്തിയായ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന സിനിമ റിലീസിംഗിനൊരുങ്ങി. NN ബൈജു ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. സ്വന്തം ചെറുകഥ തന്നെയാണ് സിനിമയാക്കി മാറ്റിയത്. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂൾ PTA ജനറൽ ബോഡി യോഗം നടത്തി. പഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ട വേണുവിനും കുടുംബത്തിനും യങ്സ്റ്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവനം കൈമാറി. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ക്ലബ്ബ് സെക്രട്ടറി ശിവപ്രസാദ് AM, പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള മുല്ലശ്ശേരി BRCയുടെ ആഭിമുഖ്യത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് അവതരണം പൂർത്തിയായി. മുല്ലശ്ശേരി BRC ഹാളിൽ നടന്ന ശില്പശാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. തണൽ താനീം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റി കിഴിപ്പുള്ളിക്കരയുടെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധ കഞ്ഞി വിതരണം നടത്തി. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ മഴക്കാല രോഗ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സൗജന്യ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. IHRD ജീവനക്കാർ ഉപവാസ സമരം നടത്തി. കല്ലേറ്റുങ്കര K കരുണാകരൻ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിന് മുന്നിൽ നടന്ന ഉപവാസ സമരം NGO യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PV ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. മേൽശാന്തി അനിൽ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും.
ശക്തൻ സ്റ്റാൻഡും പരിസരവും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ധർണ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.